അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ നമ്മെ ഉപദേശിക്കുന്ന ഒരു ചെറിയൊരു ഉപദേശം ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഖദ് അഫ്ലഹ മൻ അസിമ മിനൽ മുറാഇ വൽ ഗളബി വത്വമഇ. ഒരാൾ വിജയിക്കണമെങ്കിൽ അവനൊരു 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ, അതായത് ഒരു 3 കാര്യങ്ങൾ ഒരാൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവനെക്കുറിച്ച് നിനക്ക് വിജയിച്ചു എന്ന് പറയാം. അതേ സമയത്ത് ഈ 3 കാര്യങ്ങൾ ഇല്ലാത്ത കാലത്തോളം അവൻ എത്ര വിജയങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും വിജയം ആവുകയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ആ 3 കാര്യങ്ങൾ? രക്ഷപ്പെടേണ്ട 3 കാര്യങ്ങൾ, സൂക്ഷിക്കേണ്ട 3 കാര്യങ്ങൾ ഏതാണ്? ഒന്ന് അൽ മുറാഇ, അതെ, റിയാഇൽ നിന്ന് ഒരാൾ രക്ഷപ്പെടണം. അതായത് നാം ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നു, പക്ഷേ ഇബാദത്തുകൾ ചെയ്യുന്നു എന്നതുകൊണ്ട് നാം ഒരിക്കലും വിജയിക്കില്ല. പലപ്പോഴും നമ്മുടെ ഇബാദത്തുകൾ റിയാഇ എന്നുള്ള മാരകമായ രോഗം കൊണ്ട് അതൊക്കെയും നശിക്കപ്പെടുകയാണ്. എന്താണ് റിയാ എന്ന് പറഞ്ഞാൽ? അതേ, ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ളൊരു മനസ്സിൻ്റെ ചിന്ത നമ്മെ നശിപ്പിക്കുകയാണ്. പലപ്പോഴും നാം ഖുർആൻ ഓതുന്നു, പലപ്പോഴും നാം നിസ്കരിക്കുന്നു, പക്ഷേ ഇത് 2 ആളിലേക്ക് എങ്ങനെ എത്തിക്കുക എന്ന ചിന്തയിലല്ലാതെ ഇത് റബ്ബ് മാത്രം മനസ്സിലാക്കിയാൽ മതി, ഇത് അള്ളാഹുവിൻ്റെ വേണ്ടി മാത്രം എന്നുള്ളൊരു ചിന്ത പലപ്പോഴും വരുന്നില്ല. അങ്ങനെ വരാത്ത കാലത്തോളം നമ്മുടെ ഇബാദത്ത് കൊണ്ട് ഒരിക്കലും നാം വിജയിക്കില്ല. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ഒരാൾ എത്ര ഇബാദത്തുണ്ട് ഉള്ളതുകൊണ്ട് വിജയിച്ച് എന്നൊരിക്കലും അവൻ കരുതരുത്. അവൻ വിജയിക്കണമെങ്കിൽ ഈ റിയാ ആകുന്ന മാരകത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടണം. ഇതൊക്കെയും റബ്ബിന് വേണ്ടി മാത്രം എൻ്റെ ഇബാദത്ത് എന്നുള്ള ചിന്ത വരുന്ന കാലത്തോളം അവനൊരിക്കലും വിജയിക്കില്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? അൽ ഗളബ്, ദേഷ്യം, കോപം. ഇതിനെ നമുക്ക് പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ നാം എത്ര വലിയ ആളായിട്ടും കാര്യമില്ല, എത്ര വലിയ സ്ഥാനമുള്ളവനായിട്ടും കാര്യമില്ല. പലപ്പോഴും പല ആൾക്കാർ വലിയ ഉന്നതിയിലുള്ള ആളാണ്, എല്ലാവരാളും ബഹുമാനിക്കപ്പെടുന്ന ഒരാള്, അയാൾ മൊത്തത്തിൽ ഒന്ന് താന്നു പോവുകയാണ്. മൊത്തത്തിൽ എല്ലാവരാളും നിസാരപ്പെടുത്തപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരു സ്വഭാവമാണ് ദേഷ്യമെന്നുള്ളത്. കാരണം എല്ലാവരും ബഹുമാനിക്കുന്നവരാണ്, പെട്ടെന്ന് അയാൾ ദേഷ്യപ്പെട്ടിട്ട് ആൾക്കാരോട് എന്ത് പറയണമെന്തോ ഒരു നിലക്ക് പോലും ആൾക്കാർ പ്രതീക്ഷിക്കാത്ത എന്തെല്ലാം അയാളെ നാക്കിലൂടെ ദേഷ്യം കൊണ്ടുവരികയാണ്. അതോടുകൂടെ അദ്ദേഹത്തിൻ്റെ സ്ഥാനം എല്ലാം പോവുകയാണ്. ആൾക്കാരൊക്കെയും അദ്ദേഹത്തിനെ നിസാരതയോടുകൂടെ കാണുകയാണ്. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, മറ്റുള്ള ഏത് സ്വഭാവം ഉണ്ടായിട്ടും കാര്യമില്ല, എത്ര വരാണോ നന്നായിട്ടും കാര്യമില്ല, ഗളബിൽ നിന്ന് രക്ഷപ്പെട്ടവനെ കുറിച്ചിട്ട് വിജയിച്ചു എന്ന് പറയാൻ പറ്റുകയുള്ളൂ, ഇല്ലെങ്കിൽ അവൻ പരാജിതൻ തന്നെയാണ് എന്ന് ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുകയാണ്. മൂന്നാമത്തെ കാര്യം ബഹുമാനപ്പെട്ടവർ പറയാണ്, അതെ, കൊതിയിൽ നിന്ന് നാം രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും നാം രക്ഷപ്പെടുകയില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് ദുനിയാവിൽ എത്ര കിട്ടിയാലും മതിയാവുകയില്ല എന്നുള്ളൊരു മനസ്സാണ് നമ്മുടേതെങ്കിൽ ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാവുകയില്ല. വിജയിച്ചു എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ്? അവനിക്ക് നല്ല മനസ്സമാധാനം ഉണ്ടാകണമല്ലോ, അപ്പോഴല്ലേ അവനൊരു വിജയി എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ മനസ്സമാധാനം കിട്ടണമെങ്കിൽ ഈ കൊതിയിൽ നിന്ന് അവൻ രക്ഷപ്പെടണം. കൊതി ഒരിക്കലും തീരുകയില്ല, കൊതിച്ചതൊക്കെയും നമ്മുടെ കയ്യിലേക്ക് എത്തുകയില്ല എന്നതും ഉറപ്പാണല്ലോ. അപ്പൊ കൊതിച്ചത് നമ്മളിലേക്ക് എത്താതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വിഷമിക്കുകയാണ്, ബേജാറാവുകയാണ്. അപ്പോൾ കൊതിയുള്ളവൻ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ 3 കാര്യത്തിൽ നിന്ന് റിയാ, ഗളബ്, ത്വമഅ്, അതേ, മനുഷ്യന്മാരെ കാണിക്കുന്നതിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും കൊതിയിൽ നിന്നും ഈ 3 കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാത്ത കാലത്തോലും ഒരാളും വിജയിക്കില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 3 സ്വഭാവത്തിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.